രാമനും രാവണനും തമ്മിൽ ഏറ്റുമുട്ടി. രാമ-രാവണ യുദ്ധം. ആ യുദ്ധമാണ് രാമായണത്തിലെ ഏറ്റവും വലിയ യുദ്ധം. സിംഹവും ആനയും തമ്മിൽ പോലെ, ഗരുഡനും പാമ്പും പോലെ, മനുഷ്യനും രാക്ഷസനും തമ്മിൽ, നന്മയും തിന്മയും തമ്മിൽ വിശ്രമമില്ലാത്ത യുദ്ധം. മുറിവേൽക്കപ്പെട്ട രാവണൻ വ്യഥ പൂണ്ടിരുന്നു. മുമ്പ് ഒരിക്കലും രാവണൻ യുദ്ധഭൂമിയിൽ തളർന്നിരുന്നിട്ടില്ല. ധൈര്യം കുറയുകയാണോ? ഇല്ല, കുറവൊന്നുമില്ല. രാവണന്റെ ചിന്തകൾ പുറകോട്ടോടി. രാവണന്റെ അന്തകനാണ് ശ്രീരാമൻ, മഹാവിഷ്ണുവിന്റെ അവതാരം. തന്റെ വരഫലത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഭഗവാൻ മനുഷ്യനായി ജന്മമെടുത്തു. പണ്ട് രാജർഷി അനാരണ്യനും വേദവതിയും തനിക്ക് നൽകിയ ശാപം ഏറ്റിരിക്കുന്നു. രാക്ഷസന്മാരുടെ വംശനാശത്തിന്റെ കാരണക്കാരൻ രാവണൻ തന്നെ. വിഭീഷണൻ നേരത്തെ തന്നെ ശത്രുപക്ഷത്ത് ചേർന്നവനാണ്. കുംഭകർണനാണ് ഇനി ബാക്കിയുള്ളത്. അവൻ ഒരു മൂഢനാണ്, സദാ ഉറക്കം തന്നെ. മഹാശക്തനായിട്ട് എന്തു കാര്യം? ഉറക്കം കഴിഞ്ഞിട്ട് അവന് സമയമുണ്ടോ? എന്തായാലും അവനെ ഉണർത്തുക തന്നെ. രാവണൻ ആജ്ഞ നൽകി. രാവണ കിങ്കരന്മാർ വളരെ പണിപ്പെട്ട് കുംഭകർണനെ ഉണർത്തി. രാജ്യത്തിനുണ്ടായ വിപത്തിനെക്കുറിച്ച് രാവണൻ കുംഭകർണനോട് പറഞ്ഞു. ശൂരന്മാരായ പുത്രന്മാരും പൗത്രരും ബന്ധുക്കളുമെല്ലാം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഞാൻ എന്തു ചെയ്യണം? രാവണന്റെ ചോദ്യം കേട്ട് കുംഭകർണൻ പൊട്ടിച്ചിരിച്ചു. എല്ലാ പാപകർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനുള്ളത് സ്വയം അനുഭവിച്ചു തന്നെ തീർക്കണം. അന്ന് രാമനും സീതയും ആരെന്ന് അറിയിച്ചപ്പോൾ ജ്യേഷ്ഠൻ പൊട്ടിത്തെറിച്ചു. ഞാൻ കുടുംബദ്രോഹിയായി, രാജ്യദ്രോഹിയെന്ന് മുദ്രകുത്തി. തന്നെ ഉപദേശിക്കാനുള്ള കുംഭകർണന്റെ ഒരുക്കം രാവണന് ഇഷ്ടപ്പെട്ടില്ല. രാവണൻ കോപം ഉള്ളിൽ ഒതുക്കി. കുംഭകർണൻ എന്തു ചെയ്യുമെന്നറിയട്ടെ. ബ്രഹ്മാവ് രാവണന് മനുഷ്യനാൽ മരണം വിധിച്ചിട്ടുള്ളതാണ്. അത് നടക്കാതിരിക്കുമോ? ആർക്കും വൈരാഗ്യം ഉണ്ടാക്കാതിരുന്നെങ്കിൽ കുറെ കാലം കൂടി രാക്ഷസ ചക്രവർത്തിയായി ജീവിക്കാമായിരുന്നു. അതിനും വഴിയില്ല. ഇനിയെങ്കിലും രാമനോടുള്ള വിരോധം മതിയാക്കൂ. മഹാവിഷ്ണുവിന്റെ അവതാരമായ ആ പുണ്യപുരുഷനെ ഭജിക്കൂ. ഭഗവാൻ കാരുണ്യവാനാണ്, തെറ്റുകൾ ക്ഷമിക്കാൻ കഴിവുള്ളവനാണ്. ശ്രീരാമൻ അവതാര പുരുഷനാകയാൽ അതൊരു കീഴ്പ്പെടലല്ല. കുംഭകർണന്റെ ഉപദേശം കേട്ട് രാവണൻ ക്രുദ്ധനായി ചാടി എഴുന്നേറ്റു. അനുജനെ അറിയിച്ചു. നീ ബുദ്ധിമാനാണെന്ന് നടിക്കുകയാണോ? രാവണൻ ആരാണെന്നാ കരുതിയത്? രാക്ഷസ ചക്രവർത്തിയാണ്. തന്നെ ഉപദേശിക്കാൻ കുംഭകർണൻ ആര്? കുടുംബ സ്നേഹമുണ്ടെങ്കിൽ ശത്രുവിനോട് പൊരുതാം. ബന്ധങ്ങൾക്ക് വിലയില്ലെന്നാണ് കരുതുന്നതെങ്കിൽ പോകാം. ഉറങ്ങാം, നിനക്ക് ഒന്നിനും തടസ്സമില്ല. അനുജനായി പോയില്ലേ, അനുസരിക്കുക തന്നെ. കുംഭകർണൻ യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധത്തിൽ മരിക്കാം, രാമബാണമേറ്റാൽ മുക്തി നേടാം. കുംഭകർണൻ അട്ടഹാസത്തോടെ വാനരപ്പടയെ നേരിടാൻ കോട്ടമതിൽ കടന്നു വന്നു. കയ്യിൽ കിട്ടിയ വാനരന്മാരെ പിടിച്ചു തിന്നു. ചിറകുവെച്ച മല പോലെ കുംഭകർണൻ വിലസി. കാലാന്തകനെ പോലെ കുംഭകർണന്റെ വരവു കണ്ട് വാനരന്മാർ നെട്ടോട്ടമോടി. കുംഭകർണന്റെ ഇരുമ്പുലക്കിയോട് എതിരിടാൻ വാനരന്മാർ വിഷമിച്ചു. വിഭീഷണൻ ജ്യേഷ്ഠനെ കണ്ടു. അടുത്തു ചെന്ന് കാലടികൾ വണങ്ങി. വിഭീഷണൻ വംശദ്രോഹിയല്ല, തന്നോട് കനിയണം, തന്നോട് ക്ഷമിക്കണം. കുംഭകർണൻ സഹോദരനെ മുറുകെ തഴുകി. താൻ രാവണനെ ഉപദേശിച്ചതും സീതയെ സമർപ്പിക്കാൻ പറഞ്ഞതുമെല്ലാം വിഭീഷണൻ വിസ്തരിച്ചറിയിച്ചു. ജ്യേഷ്ഠൻ തന്നെ ചവിട്ടി വാളോങ്ങി ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് താൻ രാമനെ ശരണം പ്രാപിച്ചത്. കുംഭകർണൻ വിഭീഷണനെ തലോടി ആശ്വസിപ്പിച്ചു. രാമഭക്തൻ തെറ്റുകാരനാകില്ല, തെറ്റു ചെയ്യാനും വിഭീഷണന് കഴിയില്ല. വംശരക്ഷയ്ക്കും രാക്ഷസന്മാരുടെ നന്മയ്ക്കും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുക. കുംഭകർണൻ വിഭീഷണന് ഉപദേശം നൽകി. മതയാനയെപ്പോലെ കുംഭകർണൻ വാനരപ്പടയെ തകർത്തുകൊണ്ട് മുന്നേറി. വാനരന്മാരുടെ കൂട്ടക്കരച്ചിൽ കേട്ട് ശ്രീരാമൻ കുംഭകർണന് നേരെ വായവ്യാസ്ത്രം തൊടുത്തുവിട്ടു. വലതുകൈ അറ്റുപോയി. പക്ഷേ കുംഭകർണൻ ഒട്ടും കൂസാതെ ഇടതുകൈ കൊണ്ട് പന പിഴുതെടുത്ത് വീണ്ടും യുദ്ധക്കളത്തിലെത്തി. രാമബാണം ഇടതുകൈയും അരിഞ്ഞു വീഴ്ത്തി. രണ്ടു കൈയും നഷ്ടപ്പെട്ട കുംഭകർണൻ വാനരന്മാരെ തിന്നാൻ വായ് പിളർന്നുകൊണ്ട് അലറി അടുത്തു. 2 ശരങ്ങൾ അയച്ച് അവന്റെ കാലുകൾ മുറിച്ചു. കൂർത്തുമൂർത്ത ഒരു കൂട്ടം ശരങ്ങൾ കൊണ്ട് അവന്റെ വായ് നിറച്ചു. അവൻ പിടഞ്ഞു കരഞ്ഞു. ശ്രീരാമൻ ഉടൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് തല അറുത്തു. പർവ്വതം പോലെ മുഴുത്ത തല ലങ്കാഗോപുരത്തിൽ ചെന്നു വീണു. ഉടൽ
സമുദ്രത്തിലും. ദേവന്മാർ ശ്രീരാമനെ പുഷ്പവൃഷ്ടി ചെയ്ത് അഭിനന്ദിച്ചു. കുംഭകർണൻ വധിക്കപ്പെട്ടു. ഇടിവെട്ടേറ്റ പോലെ രാവണൻ നിലം പതിച്ചു. അച്ഛനെ ഇന്ദ്രജിത്ത് ആശ്വസിപ്പിച്ചു. കരഞ്ഞിട്ടെന്തു ഫലം? ശക്തി സംഭരിച്ച് ശത്രുവിനെ നേരിടണം. ഇന്ദ്രനെ ജയിച്ചവനാണ് താൻ. അതിനുള്ള മാർഗങ്ങളും താൻ കണ്ടെത്തും. നികുംബിലിയിൽ ചെന്ന് അഗ്നിയെ തർപ്പണം ചെയ്ത് തേരും ദിവ്യായുധങ്ങളും നേടാൻ ഇന്ദ്രജിത്ത് തീരുമാനിച്ചു. ശക്തി ഇരട്ടിക്കും. ശത്രുവിനെ ജയിക്കാം. ദേവന്മാരെ കീഴടക്കാം. നികുംബിലിയിലെ യജ്ഞം നടക്കരുത്. ഹോമം വിജയകരമായി സമാപിച്ചാൽ ഇന്ദ്രജിത്തിനെ വധിക്കാൻ കഴിയില്ല. വിഭീഷണൻ വിവരമറിയിച്ചു. ഉടനെ ലക്ഷ്മണനെ കൊണ്ട് ഇന്ദ്രജിത്തിനെ കൊല്ലിക്കണം. ഹോമം നടക്കരുത്. ദിവ്യവരങ്ങൾ പലതും അവൻ നേടും. ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ ഹോമം അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ വലിയൊരു വാനരസേന രാക്ഷസ പടയോട് ഏറ്റുമുട്ടി. ജാംബവാനും ഹനുമാനും അംഗദനും എല്ലാം ലക്ഷ്മണനോടൊപ്പം യുദ്ധം ചെയ്തു. വിഭീഷണൻ ലക്ഷ്മണന് രാക്ഷസ തന്ത്രങ്ങൾ അപ്പപ്പോൾ പറഞ്ഞുകൊടുത്തു. രാക്ഷസ സൈന്യം നിശേഷം തകർക്കപ്പെട്ടുവെന്ന് നിലയായപ്പോൾ ഇന്ദ്രജിത്ത് ഹോമവും നികുംബിലിയും വിട്ടു പുറത്തു വന്നു. തേരിലേറി ക്രോധത്തോടെ ലക്ഷ്മണന്റെ നേർക്ക് കുതിച്ചു ചാടി. അന്യോന്യം ശരമാരി തൂകി. ഭയങ്കര യുദ്ധം നടന്നു. ഇന്ദ്രജിത്തിന്റെ കവചം തകർന്ന് രഥത്തിൽ പതിച്ചു. ഇന്ദ്രജിത്ത് 1000 ബാണങ്ങൾ കൂട്ടത്തോടെ എയ്ത് ലക്ഷ്മണ കവചം ഛിന്ന ഭിന്നമാക്കി. 7 ദിവ്യശരങ്ങൾ ഹനുമാനും തൊടുത്തു. വിഭീഷണനെ ശത്രുപാളയത്തിൽ കണ്ടപ്പോൾ ഇന്ദ്രജിത്തിന്റെ കോപം ഇരട്ടിച്ചു. ഇന്ദ്രജിത്തിന്റെ ദൃഷ്ടിയിൽ വിഭീഷണൻ വഞ്ചകനാണ്, ശത്രുവിന്റെ ഭൃത്യനാണ്, വംശനാശം വരുത്തുന്ന മഹാപാപിയാണ്. 100 കണക്കിന് ബാണങ്ങൾ വിഭീഷണനു നേരെ അയച്ച് കോപം ശമിപ്പിച്ചു. ആരും ജയിക്കുന്നുമില്ല, ആരും തോൽക്കുന്നുമില്ല. ഒടുവിൽ ലക്ഷ്മണൻ ഇന്ദ്രാസ്ത്രം തൊടുത്തുവിട്ടു. ഇന്ദ്രജിത്തിന്റെ ശിരസ് അറ്റുവീണു. ദേവകൾ പൂമാരി ചൊരിഞ്ഞു. ലക്ഷ്മണൻ ജയാരവം മുഴക്കി. ശ്രീരാമൻ ലക്ഷ്മണനെ മാറോടണച്ചു പുണർന്നു. ഇന്ദ്രജിത്തിന്റെ വധം രാവണനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. രാവണൻ ബോധം കെട്ട് നിലം പതിച്ചു. അല്പം കഴിഞ്ഞ് ബോധം തെളിഞ്ഞു. എങ്കിലും സമനില തെറ്റിയ പോലെ തൻ്റെ മകനെ കൊന്നതിന് സീതയെ കൊന്ന് പകരം ചോദിക്കണം. വാളെടുത്ത് കലി തുള്ളിക്കൊണ്ട് സീതയുടെ മുമ്പിലെത്തി. സീത പേടിച്ചു വിറച്ചു. സുപാർശ്വൻ രാവണനെ തടഞ്ഞു. മഹാനായ രാവണ ചക്രവർത്തി ഒരു സ്ത്രീയെ വധിക്കാമോ? കുബേരന്റെ അനുജൻ, വേദപണ്ഡിതൻ, ധർമ്മിഷ്ഠൻ, ഗുണങ്ങളുടെ വിളനിലം. ഒരിക്കലും ഈ നീചകൃത്യം അരുത്. യുദ്ധത്തിൽ രാമലക്ഷ്മണന്മാരെ വധിച്ച് സീതയെ പ്രാപിക്കൂ. സുപാർശ്വന്റെ ശുപാർശ രാവണൻ സ്വീകരിച്ചു. രാവണൻ യുദ്ധവുമായി മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിച്ചു. രാക്ഷസ സേനയും വാനര സൈന്യവും വീണ്ടും ഏറ്റുമുട്ടി. രാമനും രാവണനും തമ്മിൽ യുദ്ധം നടന്നു. രാമബാണങ്ങളേറ്റ് രാവണൻ തളർന്നു. മുറിവേറ്റ് മടങ്ങി. രാവണന് ആത്മവിശ്വാസം തീരെ നഷ്ടപ്പെട്ടു. ആരുടെയും അഭിപ്രായം മാനിക്കാതിരുന്ന രാവണൻ ആരോട് അഭിപ്രായം ചോദിക്കാനാണ്? കുലഗുരു ശുക്രാചാര്യരെ കാണുക തന്നെ. അദ്ദേഹം എന്തെങ്കിലും പോംവഴി കണ്ടിട്ടുണ്ടെങ്കിലോ? ശുക്രാചാര്യനെ കണ്ട് വന്ദിച്ച് തൻ്റെ ദയനീയ സ്ഥിതി വിവരിച്ചു. മുനി ഒരു അവസാന മാർഗം നിർദ്ദേശിച്ചു. ഒരു രഹസ്യ ഗുഹയുണ്ടാക്കണം. അവിടെ ഇരുന്ന് ഹോമം നടത്തണം. ഹോമാഗ്നിയിൽ നിന്ന് ഉണ്ടാകുന്ന തേരും കുതിരകളും ദിവ്യാസ്ത്രങ്ങളും കൊണ്ട് ശത്രുവിനെ അമർത്താൻ കഴിയും. ശുക്രാചാര്യൻ മന്ത്രം ഉപദേശിച്ച് അന്തർധാനം ചെയ്തു. ഹോമം തുടങ്ങി. ഹോമധൂമം അന്തരീക്ഷത്തിൽ ഉയർന്നു. ആഭിചാര ഹോമം പൂർത്തിയായാൽ രാവണൻ അജയനാകും. അത് ഉടനെ മുടക്കണം, വിഭീഷണൻ അറിയിച്ചു. ഹനുമാന്റെയും അംഗദന്റെയും നേതൃത്വത്തിൽ വാനര സംഘം യജ്ഞം മുടക്കാൻ പുറപ്പെട്ടു. രാവണന്റെ അരമനയിലെത്തി. കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർത്തു. നടന്നതല്ലാതെ ഹോമസ്ഥലം വാനരന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ വിഭീഷണന്റെ ഭാര്യ സരമ ഹോമസ്ഥലം കാട്ടിക്കൊടുത്തു. രഹസ്യ പൂജയല്ലേ, ഗുഹ പാറ കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അംഗദൻ പാറ തകർത്തു. എല്ലാവരും ഗുഹയിലേക്ക് കടന്നു. രാവണൻ ഹോമകർമ്മത്തിൽ നിരതനായിരിക്കുന്നു. പരികർമ്മികളും വാനരന്മാരും തമ്മിൽ ഏറ്റുമുട്ടി. കോലാഹലം.
ഹവനദ്രവ്യങ്ങൾ വലിച്ചെറിയപ്പെട്ടു. രാവണന്റെ കയ്യിൽ നിന്ന് സ്രുവം പിടിച്ചെടുത്ത് ഹനുമാൻ അട്ടഹസിച്ചു. രാവണൻ ധ്യാനത്തിൽ തന്നെയാണ്. വാനരന്മാർ എത്ര ശല്യങ്ങൾ ചെയ്തിട്ടും രാവണൻ അനങ്ങുന്നില്ല. കർമ്മം മുടക്കം കൂടാതെ വിജയിച്ചാലേ രാവണന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് രാവണൻ എല്ലാം സഹിക്കുകയാണ്. അംഗദൻ രാവണപത്നി മണ്ഡോദരിയെ പിടിച്ചുകൊണ്ടുവന്ന് രാവണന്റെ മുമ്പിൽ വെച്ച് അവഹേളിച്ചു. രത്നാഭരണങ്ങൾ തട്ടിപ്പൊട്ടിച്ചു. മുടിക്കെട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴിച്ച് നാണം കെടുത്തി. മണ്ഡോദരിയുടെ വിലാപം രാവണന് അവഗണിക്കാനായില്ല. പൗരുഷമുള്ള ഭർത്താവിന് യോജിച്ചതാണോ ഈ മൗനം? ഭാര്യയെ സംരക്ഷിക്കാൻ പോലും അശക്തനാണെങ്കിൽ യജ്ഞവും ഹോമവും നടത്തി നാട് സംരക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഹോമവും ധ്യാനവും എല്ലാം നശിച്ചു. ആഗ്രഹങ്ങൾക്ക് മാത്രം നാശമില്ല. മണ്ഡോദരിയുടെ വാക്കുകൾ കേട്ട് രാവണൻ കണ്ണു തുറന്നു. കോപത്തോടെ വാളൂരി അംഗദനെ വെട്ടി. ചോര, സർവത്ര ചോര. യജ്ഞഭൂമി അലങ്കോലപ്പെട്ടു. വാനരന്മാർ രാമന്റെ അടുത്തേക്ക് മടങ്ങി. രാവണൻ മണ്ഡോദരിയെ സമാധാനിപ്പിച്ചു. തുടർന്ന് പോർക്കളത്തിലേക്ക് തിരിച്ചു. രാമനെ താൻ കൊല്ലും, അല്ലെങ്കിൽ രാമൻ തന്നെ കൊല്ലട്ടെ. അവസാനം ആരുടെയെങ്കിലും മരണമായിരിക്കും. മണ്ഡോദരി രാമാവതാര രഹസ്യം വിസ്തരിച്ച് രാവണനോട് പറഞ്ഞു. രാമനെ ജയിക്കാൻ ആർക്കും കഴിയില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. സീതയെ രാമനു നൽകണം. രാജ്യം വിഭീഷണനെ ഏൽപ്പിക്കൂ. വനത്തിൽ പോയി ശേഷിച്ച ജീവിതം നയിക്കാം.